ഇന്നത്തെ ദിവസം ഞാൻ കേക്കുകൾ മാത്രമായിരിക്കും കഴിക്കാൻ പോകുന്നത്. ഈ കേക്ക് എല്ലാം കൂടെ കഴിച്ചിട്ട് എത്രത്തോളം ഞാൻ വെള്ളം കുടിച്ചെന്നും എനിക്ക് ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നും നമുക്ക് ഇതിലൂടെ നോക്കാം. തലേ ദിവസം വൈകുന്നേരം ഒരു കേക്ക് മേടിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കേക്ക് കഴിച്ചിട്ടാണ് രാവിലെ തുടങ്ങുന്നത്. രാവിലെ പുട്ടോ ഇഡലിയോ കഴിക്കുന്നതിന് വരെ എൻ്റെ രാവിലത്തെ ആഹാരം ഈ കാണുന്ന റെഡ് വെൽവെറ്റിൻ്റെ കേക്കാണേ. അതും കൂടെ കഴിച്ചതിന് ശേഷം ഞാൻ നേരെ വണ്ടി എടുത്തുകൊണ്ട് റാന്നിക്ക് പൊക്കോണ്ടിരിക്കുവാണ്. ഈ ബേക്കറിയിൽ നിന്ന് കഴിക്കാനായിട്ട് ഈ കാണുന്ന കേക്കാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ ഈ കേക്ക് കൂടെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുവാണേ. 2-3 കേക്ക് ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചാണ് കേട്ടോ ഇത് മേടിച്ചത്. പക്ഷേ കാണുന്ന പോലെയല്ല കേട്ടോ, കഴിച്ചു നോക്കിയപ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ആ കേക്കും അങ്ങനെ കഴിച്ചു തീർത്തു. സമയം ഇപ്പോൾ ഒരു 11:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും ഞാൻ ചെന്ന് അടുത്ത ബേക്കറി കയറി. ഈ കാണുന്ന ബേക്കറി ഞാൻ കയറാനുള്ള കാരണം എന്താ, ഈ ഫ്രീസറിൽ ഇരിക്കുന്ന ചെറിയ ബോട്ടിലെ ഡ്രീം കേക്കിൻ്റെ ചെറുതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്നുണ്ടെങ്കിൽ അത് ഫ്രൂട്ട് സലാഡായിരുന്നു. ഏതായാലും കേക്ക് മേടിക്കാനായിട്ട് കയറി. അപ്പോഴാണ് ഈ വാനിലയുടെ കേക്ക് അവിടെ ഇരിക്കുന്നത് കണ്ടത്. അങ്ങനെ അതേ ഒരെണ്ണം മേടിച്ചു. റോഡിന്റെ ഒരു സൈഡിലോട്ട് വണ്ടി നിർത്തിയിട്ട് അവിടെ വെച്ച് തന്നെ ആ കേക്ക് ഞാൻ കഴിച്ചു. പിന്നെ ആകെയുള്ള കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രീം കേക്ക് ആയതുകൊണ്ട് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ക്രീം താടിയിലോട്ട് അങ്ങ് പറ്റും. ഞാൻ ഈ കേക്ക് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഞാനിപ്പം നിൽക്കുന്നത് റാന്നിയിലെ മന്ദിരം പഠിക്കേണ്ട നമ്മൾ വടശ്ശേരിക്കരയിലോട്ട് തിരിയുന്ന ഒരു ഭാഗത്താണേ. ഞാൻ വെറുതെ ഈ റൂട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടം കണ്ടിട്ട് ഇങ്ങോട്ടൊന്ന് കയറിയതാ കേട്ടോ. ഞാൻ ഈ ഒരു വണ്ടി വെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടം തൊട്ട് അപ്പുറത്തോട്ട് കാണാനായിട്ട് ഒരു പ്രത്യേക രസമാണേ. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ഇതൊരു നെൽപ്പാടമാണെന്നാണ്. പക്ഷേ നെല്ലൊന്നുമല്ല. അടുത്തോട്ട് വന്ന് നോക്കിയപ്പോഴാണ് എന്തോ ഒരു സൈസ് ചെടി ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്നതാണ്. അവിടുന്ന് നേരെ വരുന്ന വഴിക്ക് വണ്ടിക്കകത്ത് കുറച്ച് പെട്രോൾ അടിച്ചുകൊണ്ട് വീണ്ടും ഞാൻ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുവാണേ. ഉച്ചക്കത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് മേടിക്കണം. എപ്പോഴും ക്രീം കേക്ക് തന്നെയല്ലേ കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അടുത്തുള്ള ഒരു ബേക്കറിയിലോട്ട് കയറിയിട്ട് നേരെ ഒരു കേക്ക് മേടിച്ചു. ഇപ്പൊ സമയം അങ്ങനെ 2:30 ആവാറായിട്ടുണ്ട്. ഉച്ചക്കത്തേക്ക് അങ്ങനെ കഴിക്കാനായിട്ട് ഈ കാണുന്ന കപ്പ് കേക്കാണ് കേട്ടോ മേടിച്ചത്. അങ്ങനെ ഇപ്പൊ അത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. കേക്ക് കഴിക്കുന്ന ഈ ഒരു ചലഞ്ച് തുടങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചത് ഒരു ദിവസം ഒരുപാട് കേക്ക് കഴിക്കാൻ പറ്റുമെന്നാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇത്രയും കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് മടുത്തു തുടങ്ങി. മധുരം മാത്രം കഴിച്ചുകൊണ്ട് വെള്ളം കുടിക്കാത്തതുകൊണ്ട് നല്ലപോലെ ദാഹിക്കാൻ തുടങ്ങി. വരുന്ന വഴിക്ക് നല്ല ദാഹം ഉള്ളതുകൊണ്ട് വീട്ടിൽ വരുമ്പോൾ കുടിക്കാനായിട്ട് ഞാൻ ഇതും വാങ്ങിക്കൊണ്ടാണ് വന്നത്. കുറച്ച് നാളായിട്ട് ഞാൻ ഇതൊന്ന് മേടിച്ച് കുടിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷെ ഇപ്പോഴാണ് പറ്റിയത്. കരിക്കും വെള്ളത്തിൻ്റെ അതേ ടേസ്റ്റ് കിട്ടാനായിട്ട് അതിൻ്റെ എന്തോ ഒരു ഫ്ലേവർ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഒരു മാറ്റവും ഇല്ല. കറക്റ്റ് കരിക്കും കുടിക്കുന്ന അതേ ഫീല്. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ എനിക്കൊരു ഓട്ടം വന്നു. കാർ എടുക്കേണ്ട വീട്ടിൽ കൊണ്ട് എൻ്റെ വണ്ടി വെച്ചിട്ട് കാറും എടുത്തുകൊണ്ട് ഇപ്പം ഞാൻ പൊക്കോണ്ടിരിക്കുവാണേ. എന്നെ ഓട്ടം വിളിച്ചവർക്ക് ഈ കാണുന്ന സ്റ്റുഡിയോയിൽ വരാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അവരെ ഇപ്പോൾ സ്റ്റുഡിയോയിൽ ഇറക്കിയിട്ട് ഞാൻ കാറിൽ തന്നെ അങ്ങിരുന്നു. ഓട്ടവും കഴിഞ്ഞ് അങ്ങനെ വീട്ടിലെത്തി. എത്ര നോക്കിയിട്ട് ദാഹം മാത്രം മാറുന്നില്ല. അതുകൊണ്ട് ഫാൻഡായുടെ ഒരു കുപ്പി ജ്യൂസും മേടിച്ചിട്ട് അതും നിന്ന് ഇപ്പം മൊത്തം കുടിച്ചു തീർത്തു. ഫാൻഡ ഫുള്ള് കുടിച്ച് തീർത്തിട്ട് ഈ കാണുന്ന ലിംകായുടെ ജ്യൂസും കൂടെ കുടിച്ചു. മുഴുവനും കുടിക്കാൻ പറ്റിയിട്ടില്ല. ഇതിനാണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു ചവ. അങ്ങനെ ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. വൈകിട്ടത്തേക്ക് കഴിക്കാനായിട്ട് ഞാൻ ഈ കാണുന്ന ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു പേസ്ട്രിയുടെ കേക്കാണ് മേടിച്ചത്. കുറേ ഫ്ലേവറുകൾ വരുന്ന കുറേ കേക്ക് കഴിക്കണമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചതെങ്കിലും ഇത്രയും കഴിച്ചപ്പോഴത്തേക്ക് ഞാൻ മടുത്തു. മടുക്കാനുള്ള പ്രധാന കാരണം ദാഹമാണ്. ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ എന്തായാലും കുറേ വെള്ളം കുടിച്ചു. അങ്ങനെ ഇപ്പോൾ ഇതും കൂടെ കഴിച്ചിട്ട് ഈ ചലഞ്ച് ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്യുവാണ്. ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.